ഫത്ഹുൽ മുഈനിൽ എഴുതിയതാണ് അവസാന ശരീഅത്ത് വിചാരിക്കണ്ട. ഇത് നമ്മൾക്ക് അവസാന ശരീഅത്താണ്. നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അവരാരെ തേടി പോണവരാണ്? അള്ളാഹുവിനെ. അവർ അള്ളാഹുവിലേക്ക് വാസിലായ ആളുകളാണ്. അവർ വേറെയാണ്. അപ്പൊ അവരെ നിസ്കാരം വേറെയാകാം. അവർ നിസ്കരിക്കുന്നില്ല എന്ന് നീ പറയരുത്. ഉദാഹരണം CM അള്ളാഹുവിലേക്ക് വാസിലായ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നിസ്കരിക്കുന്നില്ല എന്ന് നീ പറയരുത്. നമ്മക്കത് നമ്മളെ കാഴ്ചയിലില്ല. അതിൻ്റെ അകത്ത് ഈ വ്യക്തി ദോഷിയാന്ന് നീ പറയരുത്. ഈ വ്യക്തി ദോഷിയാണെന്ന് നീ പറയരുത്. എന്തുകൊണ്ട്? അവരെ നിസ്കാരം വേറെയാകാം. അത് ഈ കിതാബിൽ എഴുതൂല, അന്യ കിതാബിലും ഉണ്ടാവില്ല. ഞാനൊരു ആരിഫായ മനുഷ്യനെ ഞാൻ തേടിപ്പോയി. അത് 10-15 കൊല്ലം മുമ്പാണ്. അവർ ആരിഫന്നെ, വലിയ മഹാൻ തന്നെയാണ്. മഗ്‌രിബിയുടെ നേരം ത്വരീഖത്ത് കയറാന്ന് പറഞ്ഞാൽ ഇജ്ജ് ത്വരീഖത്തിലായി നടക്കുന്നല്ല. ഇജ്ജ് ആരെ അവലംബിക്കണം? പറയേ. പുലിമൊയ്തീൻ സാഹിബിനെ അവലംബിച്ചപ്പോൾ ഇനി ത്വരീഖത്ത് പറയാതിരിക്കാം. പുലിമൊയ്തീൻ സാഹിബിനെ അവലംബിച്ചപ്പോൾ ആരുണ്ടായി? CM ഉണ്ടായി. പുലിമൊയ്തീൻ സാഹിബിനെ അവലംബിക്കണം, അപ്പം ഉണ്ടായി. ഇനി പുലിമൊയ്തീൻ സാഹിബ് വേറെ ആരെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയില്ല. പുലിമൊയ്തീൻ സാഹിബിന്റെ ദൗത്യം ഒരു CM ഉണ്ടാക്കലും ആകാം. പുലിമൊയ്തീൻ സാഹിബിനെ കൊണ്ട് നന്നായ മറ്റൊരാൾ ഉണ്ടായിക്കോളന്നില്ല. ഇത് ഖാല മൂസാ ലി ഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളിയ ഹുഖബാ എന്നത് മുതലാണ് ഈ വിഷയം തുടങ്ങുന്നത്. ഞാൻ പ്രാഥമികമായി നിങ്ങളോട് പറയാണ്, ഈ ഒരു ഏരിയ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഈ ഏരിയ എന്നത് ഇസ്ലാമിൻ്റെ 3 ഘട്ടങ്ങളെയും ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ 3 ഭാഗങ്ങൾ. ഏതാ പരിശുദ്ധ ദീനിൻ്റെ 3 ഭാഗം? അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇത് 3ഉം ഇതിനുള്ളിലുണ്ട്. ഭയങ്കര ഒരു സംഭവം. ഈ വിജ്ഞാനത്തെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ ആമുഖമായി നിങ്ങൾ പറയട്ടെ. ഇത് മൂസാ നബിയുടെ ചെറുതാക്കലായി കണ്ടാൽ നിന്റെ പ്രകാശം അള്ളാഹു എടുത്തു കളയും. അങ്ങനെ വിചാരിക്കരുത്. മൂസാ നബി അലൈഹിസ്സലാം ഈ ലോകം കണ്ട 3ാമത്തെ മഹാനാണ്. എത്രത്തിൽ ആരെക്കാൾ? സയ്യിദുനാ ഖദറിനേക്കാൾ. പിന്നെ ഇതെന്താണ്? ഇത് അത്തഅലീമുൽ ഖുർആനി. അത്തഅലീമുൽ ഖുർആനി, ഒരു ഖുർആനിയായ പഠിപ്പിക്കലാണ്. അപ്പം ഇതിൻ്റെ മൻഫഅത്ത് ഉമ്മത്ത് മുസ്ലിമത്തിനാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടുള്ളൂ. അല്ലാതെ ആര് ചെറുതാകരുത്. നമ്മുടെ പഠനത്തിൽ എവിടെയും മൂസാ നബി ചെറുതാകരുത്. കാരണം സാലിസുൽ ബശരി ഷറഫൻ വ ഫദ്ലൻ, ഷറഫിലും ഫദ്ലിലും 3ാമത്തെ മഹാനാണ് ആര്? അതിനൊക്കെ അള്ളാഹുവിൻ്റെ ഖൽഖിൽ 3ാമത്തെ മഹാൻ സയ്യിദുനാ മൂസ. ഇനി അതിൽ കമ്പയർ ചെയ്യേണ്ട ഒരാളെ അവലൻ സയ്യിദുനാ മുഹമ്മദുൻ, സാനിയൻ സയ്യിദുനാ ഇബ്രാഹിം, സാലിസൻ സയ്യിദുനാ മൂസ. ഇനി അതിൻ്റെ മേലെ ഒരു ഖൽഖ് നമുക്കറിയിച്ച വിവരത്തിലില്ല, യാതൊരു സംശയം വേണ്ട. അതേസമയത്ത് അവിടെ ഇവിടെ അങ്ങോട്ട് താഴ്ത്ത് പൊക്കൊക്കെ ചെയ്യും. ഒക്കെ പഠിപ്പിക്കലാണ്. പലതും ഉണ്ട്. ചിലത് കയറ്റി കാണിക്കും, ചിലത് ഇറക്കി കാണിക്കും. അങ്ങനെയൊക്കെ അത് അള്ളാഹിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. സ്വഹാബത്തിലെ ഏറ്റവും മഹാൻ സയ്യിദുനാ സിദ്ദീഖാണ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയും ഇറക്കിയൊക്കെ കാണിക്കും. മനസ്സിലാവേണ്ട പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എന്നതുപോലെ ഇവിടെ ഇതൊരു തഅലീമുൽ ഖുർആനി. അത്തഅലീമുൽ ഖുർആനി, ഒരു ഖുർആനിയായ തഅലീം എന്നേ മനസ്സിലാക്കാൻ പാടുള്ളൂ. അല്ലാതെ ആര് നിസ്സാരനാണെന്ന് മനസ്സിലാക്കരുത്. സയ്യിദുനാ മൂസ അവരുടെ ഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സിംബോളിക്കായ ഒരു സിമ്പലാണിത്. ഇതിൽ ലാഹിരി ശരീഅത്തിലെ സിമ്പലായിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്? സയ്യിദുനാ മൂസ. എന്നാൽ അവർ ബാത്തിനി ഇൽമിൻ്റെ അങ്ങേയറ്റുള്ള ആളാണ്. പക്ഷെ ഇവിടെ അല്ലാഹു തആല അവരെ കാണിക്കുന്നത് ലാഹിരി ശരീഅത്തിൻ്റെ സിമ്പലായിട്ടാണ്. ബാത്തിനി ഉലൂമിൻ്റെ സിമ്പലായിട്ടാണ് ആര് വരുന്നത്? സയ്യിദുനാ ഖദർ വരുന്നത് അലൈഹി വസല്ലം. അങ്ങനെ അത് മനസ്സിലാണല്ലേ? എല്ലാ ബാത്തിനിൻ്റെ ബാത്തിനും അറിയുന്ന ആൾ തന്നെയാണ് ആര്? സയ്യിദുനാ മൂസ. പക്ഷെ ഈ സംഭവത്തിൽ ഇത് തഅലീമാണ്. അപ്പോൾ തഅലീമിൽ നിന്ന് അങ്ങനെ ഉണ്ടല്ലോ ചില പാഠങ്ങൾ. നമ്മൾ കള്ളനും പോലീസും കളിക്കുമ്പോൾ ഇന്ന് ഞാൻ പോലീസും ഇജ്ജ് കള്ളനും ആണെങ്കിൽ നാളെ ഇജ്ജ് പോലീസും ഞാൻ കള്ളനോ, അത് അങ്ങനത്തെ അത്രയല്ല തഅലീം. അപ്പോൾ തഅലീമിൻ്റെ ഒരു സിമ്പൽ എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഇതിൽ ദീനിൻ്റെ 3 ഘട്ടങ്ങളുണ്ട്. 1 അൽ ഇസ്ലാമു, 2 അൽ ഈമാനു, 3 അൽ ഇഹ്സാൻ. 3ഉം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പാഠം, ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു പാഠം ലാഹിരി ഉലമാ,
അതാത് കാലഘട്ടത്തിലെ ആരിഫീങ്ങളെ അംഗീകരിച്ചും അനുധാവനം ചെയ്തും മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ്. അപ്പോഴേ ആ സൊസൈറ്റി ഊഷരമാകാതെ യഥാർത്ഥ ദീനായി മുന്നോട്ട് പോകും. എപ്പോഴെല്ലാം ലാഹിരി ഉലമാ ബഹുമാനപ്പെട്ട ആരിഫീങ്ങളെ തള്ളിയോ ആ ഉമ്മത്ത് തകരും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പാഠം. 1. 2, ബാത്തിനിയാക്കൾ. അത് ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവരെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. അതായത് ആരിഫീങ്ങൾ ഒരിക്കലും ശരീഅത്തിൻ്റെ ആലിമീങ്ങളെ തേടി വരേണ്ടതില്ല. ഇതാണ് പാഠം. ശരീഅത്തിൻ്റെ ആരിഫീങ്ങളെ തേടി പോകണം. എത്രത്തോളം പോകണം എന്നുള്ളതിന് അറ്റമില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിന് എത്രയും എന്നുള്ളതിന് അറ്റല്ല, ബാധ്യത മുഴുവനും ആരിഫിനെ തേടേണ്ട ബാധ്യത ആർക്കാണ്? ലാഹിരി ആലിമീങ്ങൾക്കാണ്. എന്നിട്ട് ലാഹിരി ആലിമീങ്ങൾ അവരുടെ മുന്നിൽ വിനയാന്വിതരായി നിലകൊള്ളണം. അതവരുടെ ബാധ്യതയാണ്, അതവരുടെ ബാധ്യതയാണ്. അങ്ങനെ വന്നാൽ ആ ജനത ജയിക്കും. അത്തരം ആളുകൾ നേതൃത്വം നൽകുന്ന കാലത്ത് ആ സൊസൈറ്റിക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഉദാഹരണം ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. രാത്രി ഉറക്കമില്ലാത്ത യാത്രകളാണ് ജീവിതത്തിൽ നിന്നാണ് വലിയ ശതമാനം യാത്രകളാണ്. ഈ യാത്രകളിൽ മുഴുവൻ മാനവർക്ക് ആരെ തേടുക? വലിയ വലിയ ആരിഫീങ്ങളെ. ഞാൻ പറഞ്ഞില്ലേ, പാടത്തുകായിൽ സാലിം മൗലാൻ്റെ അടുത്തൊക്കെ പോയിരുന്നതിന് കണക്കും കഴിയൂല. അങ്ങനെ ഷെയ്ഖ് സിറാജുദ്ദീനെ പറഞ്ഞില്ലേ, ഷെയ്ഖ് സിറാജുദ്ദീൻ എന്ന മഹാനാണ് എൻ്റെ നേരിട്ട് ഞാൻ ഹയാത്തിലുള്ള ഒരാളിൽ നിന്ന് ത്വരീഖത്ത് നേരിട്ട് ഞാൻ സ്വീകരിച്ച എൻ്റെ ഷെയ്ഖ് അയിലക്കാട് ഷെയ്ഖ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരാണെന്ന് എത്ര വട്ടാ ഷെയ്ഖിനെ പറഞ്ഞ്. ഷെയ്ഖ് സിറാജുദ്ദീൻ ഇങ്ങോട്ട് വരികയല്ല, ഷെയ്ഖ് സിറാജുദ്ദീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. നമ്മളെ ചരിത്രത്തിൽ ഷെയ്ഖ് സിറാജുദ്ദീനെ അറിയുന്നത് കുറഞ്ഞ ആളാണ്. അതേ സമയത്ത് ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അറിയുന്നവർ കോടാനും കൂടിയാണ്. എന്തുകൊണ്ടാണ്? അതെന്നെ ചെയ്യും. ഇപ്പം ഖദറിനെ അറിയുന്ന അത്ര മൂസാനബിനെ അറിയുന്ന അത്ര ഖദറിനെ അറിയില്ല. ഇതൊരു പാഠാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മൂസാനബിനെ എല്ലാവരും അറിയും. ഖദറിൻ്റെ കാര്യത്തിൽ ഈ അബ്ദ് ഖദറാണോ എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ട് ഉണ്ടേനോ? അബ്ദിനെ പറഞ്ഞിട്ടുള്ളൂ. അവരാണ് ഇവർക്ക് ബാറ്ററി കുത്തി കൊടുക്കുന്നത്. ആര്? ലാഹിരി ഉലമാക്കൾക്ക് ബാറ്ററി കുത്തി കൊടുക്കുന്നത് ആരാണ്? ഈ ആരിഫീങ്ങളാണ്. അപ്പോൾ പിന്നെ ആരിഫീങ്ങൾ നിന്ന് ബാറ്ററിയും ഊർജവും കിട്ടിയ ഉലമാഇന് ഇവിടെ ദീൻ നടത്താൻ കഴിയും. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരിൽ ആശ്രിതാവുന്ന ജനങ്ങൾ നിർഭയരമായി വസിക്കും. ഇപ്പോൾ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹിനെ എല്ലാവർക്കും അറിയും. അത്ര ആരെ അറിയില്ല? ഷെയ്ഖ് സിറാജുദ്ദീൻ അറിയില്ല. പക്ഷെ ഷെയ്ഖ് സിറാജുദ്ദീൻ്റെ ബാറ്ററിയാണ് എന്നിൽ കത്തുന്നത്. ഷെയ്ഖുന എത്രയോട്ടെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോഴെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ലാഹിരി ആലിം അവസാനത്തെ അവലംബമല്ല. എന്നാൽ ലാഹിരി ആലിമിനെ നിഷേധിക്കണോ? വേണ്ട. അവർക്ക് അവരുടേതായൊരു സ്റ്റേജ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അവർ അവസാനത്തെ അവലംബമല്ല. വളരെ പഠിക്കണം, ഇത് വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ആ ആദ്യത്തെ ആയത്തിലേക്ക് തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി പറയാം. ഇന്നത്തെ വാദഗതികൾ രീതികളെ നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുക. എന്തുകൊണ്ട്? ലാഹിരി ആലിമീങ്ങളും ആരിഫീങ്ങളെ നിഷേധിക്കുക, അത് നഷ്ടം. 2, ഞങ്ങളോട് അന്വേഷിക്കാതെ നിങ്ങൾ ഒരു ഷെയ്ഖിനെ തേടരുത് എന്ന് ലാഹിരി ആലിമീങ്ങൾ ഭൂലോകം കണ്ട ഏറ്റവും വലിയ വിഡിത്തം പറയാം. എന്തുകൊണ്ട്? ലാഹിരി ആലിമിന് ഒരിക്കലും ആരിഫിനെ മനസ്സിലാക്കാൻ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു. വലിയന് ഇത് ലോകത്ത് പരസ്യമായൊരു വാക്കാണ്. അതായത് ദീനിൽ മഷൂറായൊരു വാക്കാണ് ഈ വാക്ക്. വലിയനെ ആർക്കേ തിരിയൂ? വലിയനെ തിരിയൂ. എന്നാ പിന്നെ എന്ത് വേണം? ഈ ഉലമാഇൻ്റെ കൂട്ടത്തിൽ ഒരാൾ, അപ്പം അയാൾ ബ്രിഡ്ജായിരിക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. ഉദാഹരണം ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. ആ ആള് ലാഹിരി ആലിമാവുമ്പോൾ തന്നെ ആരും ആയിരിക്കും? വലിയായിരിക്കും. ഈ വലിയ എന്താ? അത്രയും ആരിഫ്യങ്ങളോട് ബന്ധപ്പെട്ട് ഈ ആൾ ആരായി മാറും? വിലായത്തിന്. അപ്പം ഈ വിലായത്തിൻ്റെ ആൾക്ക് ഇവിടെ 2 ഭാഗത്തേക്കും ബന്ധപ്പെടാം. അവർക്ക് അപ്പുറത്തേക്കും ബന്ധമുണ്ടാവും, ഇപ്പുറത്തേക്കും. അങ്ങനത്തെ ഒരാൾ പറയുകയാണെങ്കിൽ ഓക്കെ, കാരണം ഇയാൾ വലിയാണെങ്കിൽ. എന്നാൽ പോലും പേച്ചോണ്ട് അവർ ഋത്തുബെന്നും താഴൂല, എന്നാലും പേക്കും. ലാഹിരി ആലിമീങ്ങൾ ഔലിയാക്കളായാൽ പോലും അവർക്ക് എന്താവും? പെക്കും ചൂക്കും അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ തിന്ന് അവരെ ഋത്തുബ ഒരിക്കലും കമ്മിയാവില്ല. അവിടെ ചൂ നോക്കും എന്നൊക്കെ.
പെച്ചൂന്നും വെക്കാം, പെക്കുന്നും വെക്കാം. അങ്ങനെയൊക്കെ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടൊന്നും അവരെ സ്ഥാനം കുറയൂല. എനിക്ക് പറഞ്ഞ ഒരിക്കലും ഒരു സ്ഥാനം കുറയില്ല. അവിടുത്തെ ആളുകൾ മറ്റേ ഉള്ളിലാണ്, അഗ്നിയുടെ ഉള്ളിലാണ് അഗ്നിൻ്റെ കട്ട. അഗ്നിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പുകയുടെ അടുത്ത ഏരിയയാണ്. അപ്പോൾ അതിനോട് പുകയോട് ബന്ധമുണ്ടാവും. മറ്റേ മനസ്സിലാണ്ട് പറഞ്ഞത് തീനാളത്തിൻ്റെ അവസാന ഭാഗത്തിന് 2 ഏരിയയോട് ബന്ധമുണ്ടാവും. ഒന്ന് പുകയോട് ബന്ധമുള്ള ഭാഗവും എന്നോടും അതിന് ബന്ധമുണ്ടാവും, തീനോട് ബന്ധമുണ്ടാവും. അപ്പം അതിന് കട്ടി കുറയും. തിരിഞ്ഞില്ല. എന്നാലും അത് പുകയല്ല, എന്തിനാണ് തീനാണ് ഭയങ്കര വിലയുണ്ട്. ഉറപ്പിട്ടുള്ളൂ. പുകയോ പുക ഉള്ളൂല. ലഹരി അരിമീങ്ങൾ അങ്ങനെയാണ്. ലഹരി അരിമീങ്ങൾ പുകയാണ്. മറ്റൊരു അപ്പോൾ അത് നല്ലോണം മനസ്സിൽ ഇതൊരാളെ നിന്ദിക്കാൻ പറയല്ല. ദയവായി നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഇത് വേറൊരാൾ പറയുകയാണെങ്കിൽ ഞാനോട്ട് പറയൂല. കാരണം എന്തുകൊണ്ട് ആരോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ പറയാനുള്ള ഒരു കാരണമുണ്ട്. പറയുമ്പോഴത്തേന് 10,000, 10,000, 20,000 ആളുകൾ. ഇപ്പം ഇന്നലത്തെ പ്രസംഗം തന്നെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കേട്ടു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൾക്ക് പ്രസംഗം 10,000, 40,000 ആളുകൾ കേട്ടു. അപ്പോൾ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇത് ഇങ്ങനെ ഞാൻ എൻ്റെ മേലുള്ളവരോട് ചോദിക്കാത്തൊരു വാക്ക് പറയില്ല. ചൊല്ലിയില്ല ഞാനൊന്നും, എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ അമാനിൽ അതെന്നോ പറ. അത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾക്ക് റബ്ബാണെങ്കിൽ എനിക്ക് എൻ്റെ മേലുള്ളവരുണ്ട്. അവരോട് ഞാൻ ചോദിച്ച് സമ്മതം വാങ്ങാതെ ഒരു ഇൽമ് പറയില്ല. റബ്ബിൻ്റെ സഹായത്താൽ. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവും വേണ്ട. അത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം അടക്കം ഒക്കെ പറയും. അതൊക്കെ സമയമാവൾ ഇന്നലെ പറയേണ്ടല്ല, ഇന്ന് പറയൽ ആവശ്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞത്. അതൊക്കെ തള്ളിയവർക്ക് നഷ്ടം സംഭവിക്കും. നാളെ ഇത് ഉമ്മത്തിൻ്റെ രീതിയായി മാറും. നിങ്ങൾ അവിടേക്ക് പോയിക്കോളി, നിങ്ങൾ ബേജാറാകണ്ട. എന്നും നമ്മളെ ഇതൊന്നും ഇൽമ അവസാനിക്കണില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറയും, ലാഹിരി ആരിഫ്യങ്ങൾ ഒരിക്കലും ആരിഫ്യങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അവർ തമ്മിൽ ആരിഫ്യങ്ങൾ ഇങ്ങോട്ട് വരില്ല. ആരിഫ്യങ്ങൾ ഇങ്ങോട്ട് വരില്ല. ആലിമ്യങ്ങൾ ആരെ തേടി പോകണം? ആരിഫ്യങ്ങളെ തേടി. എത്ര കാലമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അവരെ കണ്ടെത്തണം. അങ്ങനെ അവർ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ഭാസുരമായ സംഭവമായിരിക്കും. ആ സമൂഹത്തിന് ആരും പേടി. ആ സമൂഹത്തെ മറ്റുള്ളവർ ഇങ്ങോട്ട് പേടിക്കും. 2 ലീഗുകാരും ഭിന്നിച്ച് നടക്കുന്നതാണ് 984. ആ സമയത്താണ് 60-ാം വർഷം. അന്ന് ഷെയ്ഖുന ശംസുൽ റഹ്മത്തുള്ള കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ 2 കൂട്ടരും ഒന്നാകുന്നില്ലെങ്കിൽ ഞങ്ങൾ മൂന്നാമത്തൊന്നിനെ തേടേണ്ടി വരും. നിങ്ങൾ 2 കൂട്ടരും ഒന്നാവണം. ചില്ലറ മാസം കഴിഞ്ഞപ്പോഴത്തിന് 2 ലീഗും ഒന്നായി. എൻ്റെ ആ വാക്കിന് അതിന് മാത്രം എന്താ വാക്ക്? ഇത് സാധാരണ ആളും അല്ല. ആ ആളൊരു വാക്ക് പറഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്താൽ പിൽക്കാലത്ത് ലീഗൊക്കെ ഒന്നായി ഒരു പെട്ടിപ്പിളർ പോലും ഇല്ലാതെ ഒന്നാകാനുള്ള കാരണം ഷെയ്ഖുനാൻ്റെ വാക്ക്. അതുപോലെ ആ വാക്ക് പറഞ്ഞ ഒരാളെന്ന് കേരളത്തിലില്ല. 2 സയ്യിദന്മാരാണ് 2 വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതൊന്നും അവിടുന്ന് വില വെച്ചതില്ല. എന്നാൽ സയ്യിദന്മാരെങ്ങനെ വില വെക്കുന്ന ഒരാൾ വേറെയില്ല. അത് പരസ്യമായിട്ടാണ് പറഞ്ഞേ. രഹസ്യ അവരെ പേര് പോയി പറഞ്ഞ പോലെ ഇത് പരസ്യകാര്യം പരസ്യമായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞു അത് നന്നാവും ചെയ്തു. ആദ്യം പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞൂടെ? എന്ത് ഇനിയിപ്പോൾ ഇതേ മാറ്റ സ്റ്റേറ്റ്മെൻറ്റ് കടപ്പുറത്തെ ആളെ വിളിച്ചോട്ടി എനിക്ക് പറഞ്ഞൂടെ? പറയാം. പമ്പര വിട്ട് എന്തിനാ അതിന് മെനക്കിടുന്നത്? അതിന് അങ്ങനത്തെ ആളാകണത്. അങ്ങനത്തെ ഒരാളെ കൊണ്ട് സമൂഹം നന്നാവും. ആ വ്യക്തിയുള്ള കാലത്തോളം സമൂഹത്തിന് പേടിക്കേണ്ടി വരില്ല. നിങ്ങൾ CI NRC ഒന്നും പേടിക്കണ്ട. ഇവിടെ ആരുണ്ടെങ്കിൽ, ഷെയ്ഖുനുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ആവശ്യമില്ലാതെ നരേന്ദ്രമോദി പോയി കാണുന്നല്ല ചെയ്യുക. അതൊന്നല്ല ആ മനുഷ്യൻ ചെയ്യുക. അത് ചിലപ്പോൾ അവരിങ്ങോട്ട് വരലും ആവും. ഇന്ത്യൻ പ്രധാനമന്ത്രി വേണമെങ്കിൽ വെള്ളിമാടുകുന്നേക്കും വരും. അതൊക്കെ അങ്ങനത്തെ ആളുകളാണ്. അങ്ങനത്തെ ആളുകൾ അവർ പറഞ്ഞാൽ അതിനൊരു വെയിറ്റ് ഉണ്ട്. ഞാൻ അവരൊന്നും നിസ്സാരപ്പെടുത്തല്ല. പക്ഷേ അത്രയും വലിയ കർമ്മയോഗികളായ ദൈവദാസന്മാരായ ആളുകളുണ്ട്. ആ ആളെ ബഹുമാനിക്കാത്ത ഒരു BJP ഇല്ല, ഒരു കമ്മ്യൂണിസ്റ്റും ഇല്ല. ചരിത്രമൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെ അനുധാവനം ചെയ്യുക എന്നത് ലാഹിരി ഉലമാക്കൾക്ക് നിർബന്ധമാണ്. അപ്പം അത് നിഷേധി അവരെ ഇവർക്ക് കണക്കാക്കാനും കഴിയില്ല. അപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി നോക്കുക. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ
വളരെ. എന്തുകൊണ്ട്? ലാഹിരി ഉലമാക്കളുടെ കയ്യിൽ തസ്കിയത്ത് നടക്കൂല, ഇൽമേ നടക്കുള്ളൂ. ഇൽമും തസ്കിയത്ത് കുട്ടികളെ രണ്ടാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹും. തസ്കിയത്ത് നടക്കണം. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക യത്ലു അലൈഹിം റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. അല്ല, അവിടെ ആയാതിക എന്നാണ്. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. അൽ ബഖറയിലാണ് ആയത്തൊന്നും എടുത്ത. റബ്ബനാ വബഅത് ഫീഹിം യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. അങ്ങനെയാണ് ആയത്ത്. മോനെ കറക്റ്റ്. അങ്ങനെയല്ലേ മോനെ ആയത്ത്? എവിടെ മോനെ ആയത്ത്? റബ്ബ് അവിടെ കുട്ടികളെ അവിടെ നിങ്ങൾ നോക്കിക്കളി. ഇവിടെ ഇത് 129. ഈ ആയത്ത് റബ്ബന ഇബ്രാഹിം നബിയുടെ ദുആ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. നിന്റെ ആയത്ത് അവർക്ക് ഓതി കൊടുക്കണം. വയുഅല്ലിമുഹുമുൽ കിതാബ, അത് ശരീഅത്ത്. വൽ ഹിക്മത, അത് ത്വരീഖത്ത്. വയുസക്കിഹിം, അതന്നെ ത്വരീഖത്ത് ഹഖീഖത്ത്. ഇവിടെ തഅലീമിനെ ബന്ധിച്ചിട്ട് തസ്കിയത്തിനെ പിന്തിച്ചു. അപ്പോൾ ശരീഅത്തും കഴിഞ്ഞിട്ട് പിന്നെ ത്വരീഖത്തും ഹഖീഖത്തും ഒക്കെ വേണം. ഹിക്മത്ത് യുസക്കിഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഹിക്മത്ത് യുസക്കിഹിം എന്നുള്ളത് ത്വരീഖത്താണ്. ത്വരീഖത്തിൻ്റെ അവസാന ഭാഗമാണ് എന്ത്? സമ്പൂർണ്ണ തസ്കിയത്ത്. അതാണ് ഹഖീഖത്ത്. തിരിയേണ്ടതിൻ്റെ അവസാനത്തെ തിരിയൽ അബ്ദിന് കിട്ടാവുന്നതിന് പരമാവധി. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. ആ തസ്കിയത്തെ ഹിക്മത്ത് കൊടുക്കൽ ആർക്ക് നടക്കൂല? ശരീഅത്തിന് ആലിമുകൾ നടക്കൂല. കുട്ടികളെ നടക്കും. ഈ ആലിം ആരായിരിക്കണം? ആരിഫായിരിക്കണം. എന്നാ നടക്കും. ആവണം. അത് റയർ കേസാണ്. 10 ലക്ഷം ആലിമീങ്ങളിൽ ഒരു ആരിഫായ ആലിം ഉണ്ടായിക്കൊള്ളുന്നില്ല. 10 ലക്ഷത്തിൽ 1 ലക്ഷമല്ല, 1 ലക്ഷം ഒന്നുമല്ല, 10 ലക്ഷം ആലിമീങ്ങളിൽ, ലാഹിരി ആലിമീങ്ങളിൽ ഒരു ആരിഫായ ആലിം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരാളുണ്ടാവും. അയാൾ ആരിഫായിരിക്കും, എന്നാൽ പ്രത്യക്ഷ ആലിം ആവണമെന്നില്ല. പ്രത്യക്ഷ ആലിമായിക്കൊള്ളുന്നില്ല, എന്നാ പ്രത്യക്ഷ ആലിമായിരിക്കും ചെയ്യും. ഞാൻ പറയാം, അങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്തെന്നാൽ ഈ ഒരിക്കലും ലാഹിരി ശരീഅത്തിൻ്റെ ഉലമാക്കൾ അവർ 40 ആളാണെങ്കിലും 80 ആളാണെങ്കിലും 160 ആണെങ്കിലും 320 ആണെങ്കിലും എന്തല്ല ദീനിൻ്റെ അവസാനത്തെ അവലംബം അല്ല. ഒരിക്കലും അവർ ആരിഫ്യങ്ങളല്ല. ആരിഫ്യന് വേറെ പണി. ആരിഫായ വിരോധമല്ല, ആരിഫായ മദ്യനും. ആരിഫാകാത്ത കാലത്തോളം ഇവർ മതിയാവൂല. അപ്പം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തഅലീമിൽ പഠിപ്പിക്കുകയാണ്. എന്ത്? വഇദ് ഖാല മൂസാ ലി ഫതാഹു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ലി ഫതാഹു തൻ്റെ ബാല്യക്കാരനോട് പറഞ്ഞു. പറയാം കുട്ടികൾ. ലാ അബ്റഹു, ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. ഹത്താ അബ്ലുഗ, ഞാൻ എത്തുന്നത് വരെ. മജ്മഅൽ ബഹ്റൈനി, എത്തിക്കുന്നത് വരെ. എന്തിനെ എത്തിക്കുന്നവരെ? മജ്മഅൽ ബഹ്റൈനിൽ എത്തിക്കുന്നത് വരെ ഞാൻ യാത്രയെ തന്നെ ചെയ്യും. അപ്പം ഞാൻ പോവുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒപ്പം പോരും, നമുക്ക് പോവുക. ഏതുവരെ പോവും? മജ്മഅൽ ബഹ്റൈനിയെ ഞാൻ എത്തിക്കുന്നത് വരെ പോകും. ഈ മജ്മഅൽ ബഹ്റൈനി എന്നത് രണ്ടാകാം. ഒന്നൊരു സ്ഥലമാകാം, രണ്ടൊരു വ്യക്തിയാകാം. ഈ അബ്ദന്നെ ആയിരിക്കും ഈ വ്യക്തി എന്നും നിഷേധിക്കാൻ കഴിയില്ല. മജ്മഅൽ ബഹ്റൈനിയിൽ തർക്കമുണ്ട്. ഏതാണ് മജ്മഅൽ ബഹ്റൈനി? രണ്ട് ബഹറിൻ്റെയും സംഗമം അല്ലേ? രണ്ട് ബഹറിൻ്റെയും സംഗമം. ഇതിപ്പോൾ ഫിസിക്കലായൊരു ബഹറുവാകാം, അല്ലാത്തൊരു ബഹറുവാകാം. ഇപ്പൊ ബഹർ പലതുണ്ട്. വലത്ത് ശരീഅത്തെന്നും കടൽ ഉള്ളോവർ, ഇടത്ത് ഹഖീഖത്തെന്നും കടൽ ഉള്ളോവർ. ഓഹോ. അപ്പൊ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ആരാ? റളിയല്ലാഹു അൻഹു ആരാ? മജ്മഅൽ ബഹ്റൈനിയാണ്. അങ്ങനെ അർത്ഥം വെക്കാം. ചില അന്തം കുറഞ്ഞ സൂഫികളെ പേരിൽ കുപ്പായിട്ട് ഒരുപാട് പ്രസംഗിക്കാറുണ്ട്. എന്ത്? അത് മൂസാ നബിയും ഖിളിർ നബിയും കൂടിയ ബഹ്റൈനിയാണ്. മൂസാ നബി ശരീഅത്തിൻ്റെ ബഹറാണ്. ഖിളിർ നബി
മാരിഫത്തിൻ്റെ ബഹറാണ്, അതാണ് ആ പറഞ്ഞത്. അത് അന്തംഗമ്മിൻ്റെ അന്തംഗമ്മിയും. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഞാനും ആ ആളും കൂടിയിട്ട് ബഹറാവുന്നല്ല, പിന്നെന്താ ആ ആള് ബഹറൈനിയാണെന്നാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ആ ഹൈസ്യത്തിൽ ബഹറാണ്, ആ ആളോ ഇത് വ്യക്തിയാണ്. മനസ്സിലായി? സ്പിരിച്വൽ ലാംഗ്വേജിൽ എടുത്താൽ, സ്പിരിച്വൽ ലാംഗ്വേജിൽ തന്നെ ഇന്ന് പല സൂഫിയാക്കളും വെക്കുന്ന അർത്ഥം തെറ്റാണ്. എന്താ അഭി പറഞ്ഞ അർത്ഥം? ഞാൻ പോയിക്കൊണ്ടേയിരിക്കും, ഹത്താ അബ്ലുഗ, ഞാൻ എത്തിച്ചേരുന്നത് വരെ. എവിടെ എത്തിച്ചേരുന്നവരെ? മജ്മഉൽ ബഹ്റൈനിയിൽ എത്തിച്ചേരുന്നവരെ. അപ്പൊ ബഹ്റൈനിയാണത്, ഞാനോ ബഹറാണ്, അതുവരെ ഞാൻ പോകും. ആ ആൾക്ക് ഉസ്താദ് ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. അപ്പൊ അവർ കയ്യിൽ എന്തുണ്ടാവും? ആരിഫിന് ശരിയാത്തുണ്ടാവും. അത് നിന്റെ ശരിയാത്ത് ആയിക്കോളൊന്നുമില്ല. അപ്പൊ മുസാലിമിന്റെ ശരിയാത്ത് എന്റെ ശരിയാത്തിന് വ്യത്യസ്തമായ വേറെ ശരിയാത്താണ് ആരെടുത്തുള്ളത് എന്ന് ഈ യാത്ര കാണുന്നുണ്ട്. അവർക്ക് ശരിയാത്തുണ്ട്. കർമ്മമണ്ഡലത്തിലെ ന്യായാന്യായങ്ങളെ തീരുമാനിക്കുന്നതാണല്ലോ എന്ത് ശരിയാത്ത്. അവിടെ കർമ്മമണ്ഡലത്തിൽ മുസാലിമിയുടെ ന്യായത്തോട് യോജിക്കാത്ത രീതിയാണല്ലോ ആർക്കുള്ളത്. ശരിയാത്തുണ്ടല്ലോ, അത് വേറെ ശരിയാത്താണ്. ഈ ശരിയാത്തിന് ഉസ്താദ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, അത് അല്ലാഹു പഠിപ്പിക്കും. പക്ഷെ ശരിയാത്തില്ല എന്ന് പറയരുത്. വാഹിരി ആലിമിന്റെ അതേ ശരിയാത്തിനോട് തന്നെ ആരിഫീങ്ങളും യോജിക്കണം, അങ്ങനെയും പറയരുത് ദയവായി. ഇവിടെ ശരിയാത്ത് അവരെ ശരിയാത്തും തന്നെ ഉണ്ടായിരിക്കും. ഈ ശരിയാത്തൊക്കെ ഖുർആനിലുണ്ടാവും. അപ്പൊ ഫത്വൽ മീനിൽ ഇല്ലാത്ത ശരിയത്തും ഉണ്ടാവും. തിരിഞ്ഞിട്ടില്ല. ഫത്വൽ മീനിൽ നമ്മളെപ്പോലത്തെ അന്തംഗമ്യക്കുള്ള ശരിയത്താണ്. നീ അന്തത്തിലെത്തിയവർക്ക് വേറെ ശരിയത്തുണ്ടാവും. അത് റബ്ബ്, അത് കിതാബിൽ എഴുതൂല്ല, എഴുതിയ പേക്കും ജനങ്ങൾ. അത് അവരും റബ്ബ് എന്നുള്ള ബന്ധാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഫത്വൽ മീനിൽ എഴുതിയതാണ് അവസാനത്തെ ശരിയത്ത് വിചാരിക്കണ്ട. ഇത് നമ്മൾക്ക് അവസാന ശരിയത്താണ്. നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അവരാരെ തേടിപ്പോണവരാണ്? അല്ലാഹുവിനെ. അവർ അള്ളാഹുവിലേക്ക് വാസിലായ ആളുകളാണ്. അവർ വേറെയാണ്. അപ്പൊ അവരെ നിസ്കാരം വേറെയാകാം. അവർ നിസ്കരിക്കുന്നില്ല എന്ന് നീ പറയരുത്. ഉദാഹരണം CM അള്ളാഹുവിലേക്ക് വാസിലായ വ്യക്തിയാണ്. ഈ വ്യക്തി നിസ്കരിക്കുന്നില്ല എന്ന് നീ പറയരുത്. നമ്മക്കത് നമ്മളെ കാഴ്ചയിലില്ല. അതിൻ്റെ അർത്ഥം ഈ വ്യക്തി ദോഷിയാന്ന് നീ പറയരുത്. ഈ വ്യക്തി ദോഷിയാണെന്ന് നീ പറയരുത്. എന്തുകൊണ്ട്? അവരെ നിസ്കാരം വേറെയാകാം. അത് ഈ കിതാബിൽ എഴുതൂല, അന്യ കിതാബിലും ഉണ്ടാവില്ല. ഞാനൊരു ആരിഫായ മനുഷ്യനെ ഞാൻ തേടിപ്പോയി. അത് 10-15 കൊല്ലം മുമ്പാണ്. അവർ ആരിഫ് തന്നെ, വലിയ മഹാൻ തന്നെയാണ്. മഗ്‌രിബിയുടെ നേരം. അങ്ങനെ ആ മഹാന്റെ അടുത്ത് ഞാൻ എത്തിയപ്പോൾ വലിയ മഹാൻ തന്നെ കേട്ടോ, വലിയ ആളാണ്. മഗ്‌രിബിയുടെ ബാങ്ക് ഇങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അവരെ പഠിക്കലെത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്? മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നത്. മഗ്‌രിബിന് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 15 കൊല്ലം മുമ്പാണ്. അപ്പം ആ മഹാൻ ഇങ്ങനെ ഒരു കട്ടിൽ കിടക്കുക. അപ്പുറത്തിപ്പുറത്തെ ആളുകൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്? ആ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ അവരുടെ ഖാദിമിനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് നിസ്കരിക്കേണ്ടി വരും, നിസ്കരിക്കാൻ വേണ്ടി അപ്പുറത്ത് സൗകര്യം ചെയ്തു കൊടുക്കുകയും. അപ്പോൾ ഒരു സംഘം ആളുകൾ എന്തുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഉറപ്പാണ് പോലും നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കരിക്കാൻ അവിടെ എന്തായിട്ടില്ല. നേരെ അതിനെപ്പറ്റി എനിക്കറിയൂല, ഞാനവിടെ കുറ്റം പറയണമില്ല. പിൽക്കാലത്ത് എവിടെയോ ഒരു പ്രസംഗത്തിൽ ഞാൻ കുറ്റം പറയുന്നുണ്ട്, അതെനിക്കറിയില്ല. ഇപ്പം ഞാൻ ഇന്ന് ഖേദിച്ച് മടങ്ങി, എനിക്കതിനെ പറ്റി അറിയില്ല. അല്ലാഹു അഅലം. അതേസമയത്ത് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് മുസല്ലത്ത് തരാൻ വേണ്ടി പറഞ്ഞു, ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. അതേ ഈ സമയത്ത് ഒരു സംഘം ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്, നിസ്കരിക്കാതിരിക്കുന്നുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തി പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. ഈ മഹാനല്ല, ആ മഹാന് എന്നെ നിസ്കരിച്ചിട്ടില്ല, അതായത് നിങ്ങളെന്തിനാണ് അവിടെ അന്തം വിട്ടിരുന്നത് എന്ന് ഞാൻ പിന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തൊക്കെ ഞാൻ ഖേദിച്ച് മടങ്ങാൻ എനിക്കതിനെ പറ്റി അറിയില്ല. അല്ലാഹു അഅലം. അവരെ ഹളറത്തിലാവുമ്പോൾ എന്താ എനിക്കതിനെ പറ്റി അറിയില്ല. എനിക്കാ ശരിയാത്തെ അറിയണ്ടേ? എനിക്കതിനെ പറ്റി എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ ചെന്ന ഉടനെ തന്നെ ഈ മഹാനാണ് ഖാദിമിനോട് പറയുന്നത്, അവിടെ പിന്നെ അവർക്ക് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പായിട്ട് കൊടുക്ക്, നിസ്കരിക്കാൻ ഒളു കൊടുക്കാൻ വെള്ളം കൊടുക്ക്. അങ്ങനെ ഞാൻ പോയി ഒളു കൊടുത്ത് അവിടെ നിസ്കരിച്ചു. അവരോട് ദ്വാരക്കാനും പറഞ്ഞു പോന്നു. അദ്ദേഹം വലിയ മഹാൻ തന്നെയാണ്, 100% മഹാനാണ്. ഞൈമങ്ങൾ വർത്താനം പറയണ്ട. പിന്നെ വഹാബി പറയും, വഹാബിനെ തള്ളിക്കള. വഹാബിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഫറാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അവർ കാഫറല്ല, പക്ഷെ ഉള്ളിൽ കുഫർ അടിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനി അവർ തിരിച്ചു വരാതെ അവർക്ക് എന്ത് എനിക്കതിനെ പറ്റി അറിയില്ല, എന്നാൽ അവരെ കാഫർ എന്ന് വിളിക്കാനോട്ട് പാടില്ല.
കാഫിർ അവരെ വിളിക്കാൻ പാടില്ല. അവർ ഇസ്ലാം തന്നെയാണ്. പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ കുഫറിൻ്റെ ഇരുട്ടടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ അള്ളാൻ്റെ ഔലിയാക്കന്മാരെ കളിയാക്കൂല, കള്ളിയാക്കന്നല്ല. അള്ളാഹുവിൻ്റെ അവസ്ഥയെത്തോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നറിയോ, ഞാൻ പോകും, ഞാനിതാ യാത്ര ചെയ്യും. എവിടെ എത്തുന്നവരെ യാത്ര ചെയ്യും? എവിടെ എത്തുന്നവരെ? അൽ ബഹ്റൈനി. ഇവിടെ ഇപ്പം 3 ബഹർ രണ്ടേ ഉള്ളൂ. ബഹർ രണ്ടേ ഉള്ളൂ. ഒന്ന് ശരിയാത്തും ഒന്ന് ത്വരീഖത്തും. രണ്ടാമത്തെ ബഹറിൽ അടങ്ങിയതാണ് 3. രണ്ടിൽ അടങ്ങിയതാണ് 3. ശരിയാത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഖല. അപ്പൊ ത്വരീഖത്തിന്റെ ഉള്ളടങ്ങിയതാണ് എന്ത്? ഹഖീഖത്ത്. അപ്പൊ ബഹർ രണ്ടേ ഉള്ളൂ. ഒന്ന് ശരി ഒന്ന് 2 ബഹ്റേ ഉള്ളൂ. ബഹ്റാനി അത്രേ ഉള്ളൂ. ഒന്ന് ശരിയാത്ത്, ഒന്ന് അതിന് ഹഖീഖത്ത് എന്ന് പറയാം. ത്വരീഖത്ത് ഹഖീഖത്തിൽ എത്തണമെങ്കിൽ ത്വരീഖത്ത് കയറണം. ത്വരീഖത്ത് കയറാന്ന് പറഞ്ഞാൽ ത്വരീഖത്തിലായി നടക്കുന്നല്ല. ഇത് ആരെ അവലംബിക്കണം? പുലിമൈദീൻ സാഹിബിനെ അവലംബിച്ചപ്പോൾ ഇനി അതിന് ത്വരീഖത്ത് എന്ന് പറയാതിരിക്കാം. പുലിമൈദീൻ സാഹിബിനെ അവലംബിച്ചപ്പോൾ ആരുണ്ടായി? CM ഉണ്ടായി. പുലിമൈദീൻ സാഹിബിനെ അവലംബിക്കണം, അപ്പം ഉണ്ടായി. ഇനി പുലിമൈദീൻ സാഹിബ് വേറെ ആരെങ്കിലും ഇതിപ്പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അതെനിക്കറിയില്ല. പുലിമൈദീൻ സാഹിബിന്റെ ദൗത്യം ഒരു CM ഉണ്ടാക്കലും ആകാം. പുലിമൈദീൻ സാഹിബിനെ കൊണ്ട് നന്നായ മറ്റൊരാൾ ഉണ്ടായിക്കോളന്നില്ല. CM ഇങ്ങനെ ഒരാൾക്ക് ത്വരീഖത്ത് കൊടുത്തോളൊന്നുമില്ല. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും, റയർ കേസ് ഉണ്ടാകാം. CM എന്താ ചെയ്തത്? CM അള്ളാഹുവിൻ്റെ ഒരു ആയത്തായി നിലകൊണ്ടു, ഒരു ദൃഷ്ടാന്തം. ഇത് ആഖിർ സമാൻ അടുത്തു. അപ്പോൾ ഒരു സൂര്യൻ ഇവിടെ ഉദിക്കൽ ആവശ്യം. ഒരു CM മാത്രം മതി 500 കൊല്ലത്തെ മനുഷ്യന്മാർക്ക് സുന്നിയായി ജീവിക്കാൻ. അതേസമയം ഇപ്പം സുന്നികൾ ലൈറ്റ് അടിച്ചു നോക്കുകയാണ്, പരിശോധിക്കുകയാണ് ആരെ? CMനെ. കാരണം എന്താ? വഹാബികളുമായി സുന്നികളെ ചങ്ങാത്തം. അതൊക്കെ വലിയ ആപത്ത്, ദുരന്തത്തിലേക്ക് വീണ് കഴിഞ്ഞു സുന്നികൾ. അപ്പൊ ചുരുക്കത്തിൽ ഒന്നും കൂടി നോക്ക് 60-ാമത്തെ ആയത്ത് ഇന്നൊന്ന് നോക്കളി. ഇത് കാലം മൂസാലി ഫതാഹു, തൻ്റെ ബാല്യക്കാരനോട് മൂസാ നബി പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുകയും. ലാ അബ്രഹു, ഞാൻ പോയിക്കൊണ്ടേയിരിക്കും, ഞാൻ വിട്ടുപിരിഞ്ഞു പോരൂല, ഞാൻ നിർത്തൂല, ഞാൻ വിരമിക്കൂല, ഹത്ത അബുലുഖ, ഞാൻ എത്തിക്കുന്നവരെ. ആരെ എത്തിക്കുന്നവരെ? മജ്മഉൽ ബഹ്റൈനി എത്തിക്കുന്നത് വരെ. അത് ഫിസിക്കലായ അർത്ഥം വേറെ വെച്ചോട്ടെ, നമ്മളിപ്പോൾ സ്പിരിച്വലായ മാനാണ് വെക്കുന്നത്. ഇവിടെ മജ്മഉൽ ബഹ്റൈനി ആരാണ്? ഈ അബ് തന്നെയാണ്. ആ അബ്ദ് മജ്മഉൽ ബഹ്റൈനിയാണ്. ആ അബ്ദിന്റെ ശരിയാത്തുകൊണ്ട് ആ ശരീരത്തിൽ അവരും പ്രാവീണ്യനാണ്. പിന്നെ എന്തിലും മാരിഫത്തെ ഹഖീഖത്തിൽ അതിലും പ്രാവീണ്യനാണ്. ആളെത്തിക്കുന്നവരെ ഞാൻ വിരമിക്കൂല എന്ന് ലോകം കണ്ട മഹാപണ്ഡിതനായ മൂസാ നബി പറഞ്ഞു. അപ്പൊ ശരീരത്തിന്റെ ആര്യം അവരെ തേടിപ്പോയി. പിന്നെ അല്ലെങ്കിൽ കാലം ഞാൻ കഴിച്ചാണ് കടത്തും. അതായത് ഇതിന് രണ്ടർത്ഥം. ആരിഫിനെ തേടി പുറപ്പെട്ടാൽ തിരിച്ചു പോരരുത്, ഒരർത്ഥം. ഹുക്ബ് എന്ന് പറഞ്ഞാൽ, ഹുക്ബ് എന്ന വാക്കിന്റെ അർത്ഥം, ഒരു ഹുക്ബ് എന്ന് പറഞ്ഞാൽ 80 വർഷം അല്ലെങ്കിൽ അതിലധികം, ഒരു നൂറ്റാണ്ട്, ഇങ്ങനെയൊക്കെ മാനേജിച്ചിട്ടുണ്ട്. അപ്പം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യൂല? ഞാൻ തിരിച്ചു വരൂല. ഹുക്ബ നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വരൂല. എത്ര ഹുക്ബുകൾ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരില്ല. ഇതൊരു പദാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാനാണ്ട് പോകും, ഞാൻ പോകുന്നെ. അപ്പൊ രണ്ടർത്ഥം. ഒന്ന്, ആരിഫിനെ തേടി പുറപ്പെട്ടാൽ ആരിഫ് നിന്നെ സ്വീകരിക്കുന്നത് വരെ നീ തിരിച്ചു പോരാൻ പാടില്ല. പോയിന്റ് നമ്പർ 1. 2, എളുപ്പത്തിലൊന്നും ആരിഫിനെ കിട്ടുമെന്ന് വിചാരിച്ച് ആരും പോകും വേണ്ട. എളുപ്പത്തിൽ കിട്ടുന്നത് കച്ചവടം ആരിഫായിരിക്കും, ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അങ്ങനെ കച്ചവട ആരിഫിന്റെ പല പേരും പലരും ഇവിടെ വന്ന് പറയാറുണ്ട്. ഞാൻ ഒന്നും പറയില്ല. എന്തുകൊണ്ട് എനിക്ക് അറിയില്ല. അവിടെ രണ്ടർത്ഥം ആശയം കിട്ടി. ഒന്ന്, അള്ളാന്റെ ആരിഫ്യങ്ങൾ മജ്മഉൽ ബഹ്റൈനി ആയിരിക്കും. അവരെ ആര് പഠിപ്പിച്ചു? അവരെ ഉസ്താദിനെ തപ്പണ്ട. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. അവർക്കെല്ലാം അള്ളാഹ് പഠിപ്പിക്കും, എല്ലാ കാര്യം അള്ളാഹ് പഠിപ്പിക്കും. ഷൈബാനുർ റായി സാധാരണ നിസ്സാരനായ വ്യക്തിയാണ്. അപ്പോഴാണ് ഇമാം ഷാഫിയുടെ ചില ശിഷ്യന്മാർ ഈ മനുഷ്യന് ഒന്നും അറിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി സംശയം ചോദിക്കാൻ ചെന്നു. ആദ്യത്തെ അത്തയ്യാത്ത് മറന്നാൽ ഞങ്ങൾ ഷൈബാനുർ റായി തങ്ങളെ കണ്ടപ്പോൾ കുട്ടികളെല്ലാവരും പാഞ്ഞു എന്നാണ് ചോദിക്കണം. എന്ത്? പിന്നെ ഞങ്ങൾ രാവിലെ മുതലേ ഒരു തർക്കത്തിലാണ്. പിന്നെ അവസാനം ആദ്യത്തെ അത്തയ്യാത്ത് മറന്നാൽ എന്താ ചെയ്യുക? പിന്നെ ഒരു തർക്കത്തിലായി.
ചെറിയ തർക്കമുണ്ട് ഞങ്ങളുടെ അടിയിൽ. അപ്പോഴാണ് നിങ്ങളെ കണ്ട്, ഞങ്ങളെ ഉസ്താദ് വരെ വരുന്ന ഒരാളാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു തരി, ആദ്യത്തെ അത്തയ്യാത്ത് മറന്നാൽ എന്താ ചോദിച്ചു. ഇവർ എന്തിനു പോയതാ? പരീക്ഷ പോയതാ. അപ്പോൾ പറഞ്ഞു അതിൽ 2 മസലുണ്ട്. നിങ്ങൾക്ക് സെഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി, ഞങ്ങൾക്ക് തലവെട്ടും, ഞങ്ങൾക്ക് മറവില്ല. അല്ലാഹുമായുള്ള മുനാജാത്തിൽ ഗഫലത്ത് ബാധിച്ചതുകൊണ്ടാണല്ലോ മറന്നത്. ഞങ്ങൾക്ക് മറവില്ല. ഞങ്ങളെ ലോകത്ത് അത്തഹിയ്യാത്ത് മറന്ന തലവെട്ടല. നിങ്ങൾക്ക് സെഹ്വിന് എങ്ങനെയുണ്ട്? കാൽക്ക വീണു, മാപ്പാക്കണം. ഇത് ആരെ പഠിപ്പിച്ചു? ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവർക്ക് കിട്ടാത്തൊന്നും ഉണ്ടാവില്ല. അവരാരും പരീക്ഷിക്കണം വിചാരിക്കുമുണ്ട. അവരാരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആരിഫാണെങ്കിൽ അതാണ് അവിടുത്തെ പാഠം. അവരെ പരീക്ഷിക്കണേ നടക്കണ്ട. പിന്നെ യുഗയുഗങ്ങൾ കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വരില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ മടങ്ങി വരില്ല. ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ പോകുക തന്നെയാണ്. ഞാനവിടെ പോകുകയാണ്. അവിടെ ചെന്നാൽ നല്ല അർത്ഥം പറയും. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മൂസാ നബി കണ്ടപ്പോഴേ. അന്നാബി അർദിക്കസ്സലാം, ഈ ചൊക്കളുള്ളടുത്ത് എന്ത് സലാം ഉണ്ടാകാനാ? മാലക്ക ശുഗ്ലുൻ ഫീ ഖൗമിക, എന്തിനും ഇങ്ങോട്ട് വന്നു? ഇതിനങ്ങനത്തെ ഉണ്ടല്ലോ, എന്തിനാ? എനിക്കൊരു പണി ഉണ്ടല്ലോ. മാലക്ക ശുഗ്ലുൻ ഫീ ഖൗമിക, എനിക്ക് നിന്റെ കൗമിൽ പണിയില്ലേ, എന്തിനു പോണു? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം, എൻ്റെ കുട്ടി വന്നല്ലോ എന്നല്ല, എന്ത് സലാമോ ചൊക്കളുള്ളടുത്തോ? നേരെ എതിരെ അവർ പറയുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഔലിയാക്കന്മാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കണ്യാൽ അബ്ദുല്ലാജിനെ കാണാൻ പോയ ആളുകളൊക്കെ പലരും പറയുന്നത് ബഡി എടുത്ത് ആട്ടും, ബഡി ഓടടാന്ന് പറഞ്ഞ ആട്ടും. 2 നാടന്മാർ ഞാൻ മമ്പാട് പിന്നെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് 2 ആൾ കണ്യാലിനെ കാണാൻ പോയി. അപ്പോൾ ഇവർ 2 ആൾ വരെയും കുട്ടികളെ നടന്ന് ഇരുത്തി. ഇവർ പക്ക നാടന്മാരാണ്, കച്ചവടക്കാരാണ്. അവരവിടെ ഇരുത്തി. അപ്പോഴും മോദിയിൽ വന്നു, അതിൽ ബഡി എടുത്തു. പായട. അപ്പം അയാളോട് നിന്നു. പായട എന്നല്ല പറഞ്ഞിട്ട് ബഡി എടുത്തു. അപ്പൊ ഇയാള് മുറ്റത്തേക്ക് ഇറങ്ങി. എന്റെ വളപ്പെന്ന് വായട. ആട്ടി 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 പുറത്താക്കി. പിന്നെ അവര് എന്നോട് പറയാണ് ഞങ്ങൾ തിരിച്ചു വന്നു. 2 ആൾ മരിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കാർ തിരിച്ചു വരുമ്പോൾ ഈ മൂലര് അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുക വെച്ചപ്പോൾ ഞങ്ങൾ എന്നെ ബസ് കാർ കയറ്റി ഞങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ ചോദിച്ചു എന്നെ, നിങ്ങൾ ബേജാറായോ? അപ്പം മൂപ്പര് പറഞ്ഞു എനിക്കത് കിട്ടേണ്ട തന്നെയാണ്, എനിക്കത് കിട്ടേണ്ട തന്നെയാണ്. എന്തേ? ഞാൻ എൻ്റെ പെരയിൽ ഒരു പ്രശ്നമുണ്ട്. ഞാനിവിടെ വന്നാട് ഇടയ്ക്ക് എൻ്റെ ഇവിടെ വരലുണ്ട്, ഇവിടുന്ന് പാത്തി അങ്ങനെയുണ്ട്, ഓതലുണ്ട്, ചെല്ലലുണ്ട് ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ പ്രശ്നത്തിൽ പെട്ടു. അപ്പോൾ ഞാൻ ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട്, ഒരു ഷിർക്കിൻ്റെ അയലുകാരൻ്റെ അടുത്ത് പോയാണ്ട് ഞാനൊരു കുഞ്ഞിച്ചട്ടിയും പിന്നെ ഒരു തകിടും മുട്ടിയും കൊണ്ടെന്നാണ് എൻ്റെ അടുപ്പ് കുഴിച്ചിട്ടുണ്ട്. എനിക്ക് തല്ല് ഉറപ്പിച്ച് കിട്ടണം. അതെന്തേ? അത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണലാണ്. അതിന് 2 വട്ടം 4 വട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാ സ്വീകരിക്കും ചെയ്യും. എന്തേ? അത് പോലും മൂപ്പർക്ക് അത് മനസ്സിലാകണം ആവശ്യം, അല്ലാതെ പറ്റൊഴിവാക്കലല്ല. അത് നമ്മളിപ്പോൾ ഒരു വട്ടമല്ലേ ഉണ്ടുള്ളൂ, ഈ പറഞ്ഞ ഒരു വട്ടം ഉണ്ടുള്ളൂ. അടുത്ത വട്ടം സ്വീകരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 2 കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഓരോ പണി. അത് ഉള്ളറിയണം. അത് നാടൻമൂലിക്ക് അറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ ഒരു ഉദാഹരണമാണ് കണ്യാല. ഒരു ഉദാഹരണമാണ് കണ്യാല. കൂട്ടത്തിൽ കഴിഞ്ഞു പോയ ഒരു ആരിഫാണ് കണ്യാല. അബ്ദുല്ലാജി അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അപ്പോൾ അടുത്ത കായൽ സാലി മൗല, അവരൊക്കെ ആരിഫ്യങ്ങളാണ്. അതൊരു സംശയം വേണ്ട. തിപ്പഞ്ച് മുഹമ്മദ് മുസ്ലിം അവരൊക്കെ ആരിഫ്യങ്ങളാണ്, അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളാണ്. അപ്പോൾ ഈ എന്താ മനസ്സിലായി പറഞ്ഞത്? അവിടെ എത്തുന്നത് വരെ ഞാൻ പോകും. അപ്പോൾ ഒരു കാര്യം, ലാഹിരിയ ആലിമിനെ കിട്ടാൻ നിനക്ക് എൻ്റെ പള്ളിക്ക് പോയാൽ മതി. പക്ഷേ ഒരു ആരിഫിനെ കിട്ടണമെങ്കിൽ കിട്ടണ വരെ ഞാൻ പോകും. അല്ലെങ്കിൽ എൻ്റെ ആയുസം കഴിഞ്ഞോട്ടെ, എന്നാലും എന്നെ റബ്ബ് സ്വീകരിക്കും. തിരിഞ്ഞിട്ടില്ല, അതല്ല എൻ്റെ അർത്ഥം. പിന്നെ ഞാൻ കിട്ടുന്നല്ലല്ലോ പറഞ്ഞു. എൻ്റെ യുഗയുഗങ്ങളും തീർന്നു, എന്നാലും ഞാൻ എന്തില്ല, ഇങ്ങോട്ട് വരൂല. എനിക്കൊന്ന് നന്നാകണം. ചിലപ്പോൾ ആളെ കിട്ടൂല, പിന്നെ ഞാൻ കിട്ടുന്നു പറഞ്ഞു. ഹുക്ബാന്ന് കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞോ? മക്കളെ പറഞ്ഞോ? ഇല്ല, എൻ്റെ ആയുസ് കഴിഞ്ഞു പോയാലും ഞാൻ തിരിച്ചു വരൂല, എനിക്ക് കിട്ടണം. അപ്പോൾ ഒരു മുഅ്മിനാണെങ്കിൽ ഇതൊരു തഅലീമുൽ ഖുർആനിയാണ്. എന്താ നിന്റെ പാഠം? നീ ഒരു മുഅ്മിനാണെങ്കിൽ നീ നിന്റെ ഷെയ്ഖിനെ അന്വേഷിക്കണം. നിനക്കൊരു ഷെയ്ഖ് ഉണ്ടാവും, അന്വേഷിക്കണം. നിനക്കൊരു ഷെയ്ഖ് ഉണ്ടാവും, നീ അന്വേഷിക്കന്നെ വേണം. ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഞാൻ വായിക്കാം. നേരം വൈകുന്നത്തെ ക്ലാസ് തീരാനാണ്. നിങ്ങൾ വിചാരണം ഇങ്ങോട്ട് ഇരുന്നു. എന്തായാലും കള്ളാണിന് തീരും.
ബേജാറാണ്, പഠിച്ചു പോയാൽ മതി. ഇതാ ഇവിടെ ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ്, വമിൻ കലാമി അബി യസീദ് അൽ ബിസ്താമി ഖുദ്ദിസ സിർറുഹു മൻ ലം യകുൻ ലഹു ശൈഖുൻ ഫശൈഖുഹു അശ്ശൈത്താൻ എന്ന്. ഇതൊക്കെ വെറുതെ പറയാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഇപ്പോൾ കുറച്ച് ആളുകൾ, ഒരാൾക്ക് ഷെയ്ഖില്ലെങ്കിൽ അയാളെ ഷെയ്ഖ് ശൈത്താനാണ് എന്ന് ഇപ്പോൾ വെറുതെ പറയുകയാണെന്ന് കുറച്ചിപ്പോൾ മൂല്യന്മാർ പറയുന്നുണ്ട്. മനസ്സിലാണോ പറഞ്ഞത്? അതിൻ്റെയൊക്കെ നുണ എത്രയാ. ലോകം കണ്ട മഹാനാണ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു ഉറക്കെ തന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ സുന്നിയാളല്ലേ, നമ്മളെങ്ങനെ വരെ തള്ളുക, വഹാബി തള്ളിക്കോട്ടടാ, നമ്മളെങ്ങനെ തള്ളുക? നമ്മൾ അബൂ യസീദിന്റെ രോമത്തിനുണ്ടോ റളിയല്ലാഹു അൻഹു? അബൂ യസീദ് തങ്ങളുടെ ഈ വാക്ക് ഇവിടെ ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ തഫ്സീർ റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്ത് എന്താ അവിടെ മൂസാ നബി പറയുന്നതിന്റെ അർത്ഥം? വഫി ബഅദി തഫാസീരി അസീറു ദഹ്റൻ തവീലൻ ഹത്താ അജിദ ഹാദൽ ആലിമ. ആ ആലിമിനെ കിട്ടുന്നവരെ, അതായത് ഉള്ളും പുറം അറിയുന്ന ഒരാളെ കിട്ടുന്നവരെ ഞാനത് പോകും. എൻ്റെ ആയുസ് ദഹ്റൻ തവീലൻ അസീറു, ഞാൻ നടന്നാണ് തീർക്കും. ദഹ്റൻ തവീലൻ, പറകുട്ടി, ദീർഘമായ കാലം. ഹത്താ അജിദ, ഞാൻ എത്തിക്കുന്നവരെ അതൽ ആലിമ, ആ ആലിമിനെ ഉള്ളും പുറവും അറിയണ ആ മജ്മഉൽ ബഹ്റൈനിയായ ആലിമിനെ എത്തിക്കുന്നവരെ ഞാനത് പോവും പോകുന്നെ. എന്നിട്ട് അതിന്റെ താഴെ പറയാണ്, ഈ പോക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. അതിന് എത്ര താബ് സഹിച്ചാലും വേണ്ടില്ല, എത്ര അധ്വാനം സഹിച്ചാലും പോകണം. എന്തുകൊണ്ട്? വമിൻ കലാമി അബീ യസീദ് അൽ ബിസ്താമി ഖുദ്ദിസ സിർറുഹു, അബൂ യസീദ് തങ്ങളുടെ വാക്കിലുണ്ട്, മൻ ഒരാൾ ലം യകുൻ ലഹു ശൈഖുൻ, അവൻ ആരില്ല, ഷെയ്ഖില്ല എങ്കിൽ ഫശൈഖുഹു അശ്ശൈത്താൻ, അവന്റെ ഷെയ്ഖ് ആരാണ്? ശൈത്താനാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് അബൂ യസീദ് പറഞ്ഞിട്ടുണ്ട്. അത് തള്ളാൻ പറ്റുമോ? അപ്പൊ അവരവർ എന്ത് ചെയ്യണം? ഈ ശൈഖിനെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോ ആയുസ് തീർന്നു, ചിലപ്പോ കിട്ടിയില്ല, എന്നാലും അന്വേഷിച്ചല്ലേ. അപ്പൊ നിന്റെ മേൽ അള്ളാഹ്ക്ക് പൊരുത്തണം. എന്തുകൊണ്ട്? അള്ളാഹു വെച്ച ഒരാളെ നീ അന്നെ തേടിയല്ലോ. എന്തേ പറയാം, അങ്ങനത്തെ ഒരു ബാധ്യതയല്ലേ? കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു പണി കിട്ടണ്ടോ നോക്കലും ബാപ്പാക്ക് ബാധ്യത ഉണ്ടോ? അല്ലേ? ബാപ്പയും കുട്ടികളും ഒന്നിച്ച് പട്ടിണി നടക്കാനല്ലേ വേണ്ട. പണി കിട്ടൽ നോക്കൽ ബാപ്പാക്ക് ബാധ്യത ഉള്ളതുപോലെയാണ് ഈ ബാധ്യത. എന്ത്? നിന്റെ ഷെയ്ഖിനെ കണ്ടെത്തൽ നിനക്ക് ബാധ്യതയാണ്. അതിപ്പോൾ ആർക്കോട്ട് തിരിയൂല. അത് കണ്ടെത്തണം. എൻ്റെ ആയുസ് പോയാൽ മതില്ല, കണ്ടെത്തണം. ഇനി ആയുസ് മുഴുവനും പോയിട്ട് എനിക്കത് കണ്ടെത്തിയില്ലേ, അള്ളാഹു നിന്റെ തൊട്ട് റാദിയായിരിക്കും. കാരണം ഇത് ഈ താലീമുൽ ഖുർആനിൽ നിന്ന് കണ്ടെത്താതിരിക്കാനും ചിലപ്പോൾ ആലിമിന് അവസരം അങ്ങനെയും ആയേക്കാം എന്നതിനാണ് ഇവിടെ അള്ളാഹു ഇവിടെ ഇവർക്ക് തമ്മിൽ കണ്ടെത്തൽ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു ഇവർ തമ്മിൽ കണ്ടെത്തൽ നിശ്ചയിച്ചിട്ടില്ലേ? ഇതിനെക്കുറിച്ച് വഹി കിട്ടിയ ആളാണല്ലോ ആര്? മോനെ, മൂസാ നബി വഹി കിട്ടിയ ആളല്ലേ. എന്നിട്ട് എന്തിനാ ഔഅംദിയ ഹുക്ബ എന്ന് പറഞ്ഞ്? ഞാൻ യുഗയുഗങ്ങൾ തീർത്താലും ഞാനാണ് പോകുന്നറിയും. ഇന്ന് പിൽക്കാലത്ത് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് പാഠം പഠിക്കാനാണ്. എന്ത് നിങ്ങൾ തേടൽ എന്ത് ചെയ്യരുത്, നിർത്തരുത്. ഇന്നത്തെ കാലത്തൊന്നും ഓലില്ല. അള്ളാഹു ഒന്നിപ്പോ ഞാൻ ചെയ്യന്നെ, ഞാൻ തന്നെ പറയരുത്. ചെയ്താലും ചെയ്യല്ല. എൻ്റെ ഓള് വരെ അംഗീകരിക്കൂല. ഉറപ്പ്. എൻ്റെ ഓൾക്കൊരു തലവേദന ഉണ്ടായ എന്നെ കൊണ്ട് വന്നിരിപ്പിക്കൂല. എന്തുകൊണ്ട്? ഈ ജമുക്കാന്ന് ആരെക്കാളും ആർക്കറിയും? ഓക്കറിയും. ഇതൊക്കെ സത്യമാണ്. ഉറപ്പ്. എന്നാൽ ആരും ഇങ്ങനെ അതിനെ കൂലല്ലേ? ഓർക്ക് ഇവിടെയും കൂലിയുണ്ട്, അവിടെയും കൂലിയുണ്ട്. മറ്റവർക്ക് മനസ്സിലായില്ല, മറ്റവർക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹിന്റെ പൊരുത്തുണ്ടാവും. അത്രയൊക്കെ ആവശ്യവും പോലെ മഖ്സൂദും ജന്നാത്തു അദ്നി. അവർക്ക് എന്ത് പോലും ലക്ഷ്യമല്ല, സ്വർഗ്ഗലക്ഷ്യം. അള്ളാഹ് സ്വർഗ്ഗലക്ഷ്യമല്ല, ഒരു സ്വർഗ്ഗലക്ഷ്യമല്ല. അള്ളാഹിന്റെ ലിഖാഅാണ് ലക്ഷ്യം. അള്ളാഹിന്റെ ലിഖാഅല്ലാത്ത ലക്ഷ്യം അവർക്കില്ല. ഓം യസ്തരിഖൂന, അവർ നരകത്ത് സ്വർഗത്ത് കിടന്ന് ആലമുറയിടും. എപ്പോൾ? ഇദാ ഗാബ അൻഹും റബ്ബുഹു തബാറക വതആല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ വജ്ഹ് അവരിൽ നിന്ന് മറഞ്ഞു പോയാൽ റബ്ബന അഖ്രിജ്നാ, ഞങ്ങളവിടുന്ന് പുറത്താക്കിക്കൊണ്ടെന്ന് പറയും. ആരോട്? റബ്ബിനോട്. ഞങ്ങൾക്ക് നരകത്ത് പോയാലാണോ എന്നെ കാണാൻ കഴിയുക? ഞങ്ങളെ എവിടെ ആക്കിക്കൊണ്ട? ഈഖാദിലുണ്ട് ഈ ഹദീസ്. ഈഖാദിലുണ്ട് ഈ ഹദീസ്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങളുടെ ഈഖാദിൽ ഈ ഹദീസുണ്ട്. ഈഖാദ് ഇവിടെ ഉണ്ട്, ഈ ഓഫീസും കൂടിയുണ്ട്. നീ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മനസ്സിലാണ് പറഞ്ഞത്. അവർ അപ്പോൾ ഒരു സംഘം ആളുകൾ, നമ്മളെ ലക്ഷ്യം എന്താ? നമ്മളെ ലക്ഷ്യം എന്താ? സ്വർഗം. അവരുടെ ലക്ഷ്യം എന്താ? അല്ലാഹു. ഒരു സ്വർഗത്തിലെത്തിയാൽ തൃപ്തരാവൂല. ആരെ കാണുന്നവരെ? അള്ളാഹിനെ കാണുന്നവരെ. അപ്പൊ അത് മനസ്സിലാണ്ട് പറഞ്ഞത്. ഇത് നമുക്ക് അവിടെ എത്തിയിട്ട് അള്ളാഹിനെ കാണാൻ പൂതിയാകുക. അവർക്ക് ഇവിടെ തന്നെ അള്ളാഹിനെ കാണാൻ പൂതിയാ. അവർ ഇവിടെ തന്നെ സ്വർഗ്ഗം ആഗ്രഹിക്കൂല. വലാ മഖ്സൂദുൻ ജന്നാത്തു അദ്നി.
മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരാളെ കിട്ടുന്നവരെ പോകണം. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും, ചിലപ്പോൾ നമ്മൾ കള്ളശേഖരൻ്റെ അടുത്ത് എത്തിപ്പെടും. ഈ മുത്തൊക്കെയാണെങ്കിൽ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. പക്ഷെ പിന്നെ അവിടുത്തെ കള്ളത്തരത്തിൽ ഇജ്ജോട് കൂടരുത്. മനസ്സിലായില്ല? ഒരു ശേഖരനെ തേടി ഇറങ്ങിയതാ. അപ്പോൾ ഒരു കള്ളശേഖരൻ്റെ അടുത്ത് എത്തി. അപ്പം എൻ്റെ തീറ്റയും കൂടിയും മുണുങ്ങലും വ്യഭിചാരവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കൂടണ്ട. അങ്ങനെ കൂടിയവരും ഉണ്ട്. അതിൽ കൂടാത്ത ഒരാളാണ് സൽമാൻ ഫാരിസി. പല കള്ളശേഖന്മാരെത്തും കൂടിയിട്ടുണ്ട്. അവസാനം അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നു. ഒരാളുണ്ടെന്ന് അറിയാം. ആ ഷെയ്ഖിനെ തേടി പോകുന്ന ആളാണ് അവിടെ കുട്ടി. ആര്? മഹാനായ സയ്യിദുനാ സൽമാൻ എന്ന് പറയും. മോനെ, മഹാനായ സയ്യിദുനാ സൽമാൻ, നമ്മുടെ നേതാവായ സയ്യിദുനാ സൽമാൻ, അവരുടെ ബർക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അവസാനം ആരെടുത്തെത്തി? മുത്തു മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ ഒപ്പം പല കള്ളന്മാരെടുത്തും എത്തിയിട്ടുണ്ട്. അത് യുത്തും. പക്ഷെ എന്നാലും ഇജ്ജ് മുത്തക്കയാണ്, ഇത് ഞാൻ വിചാരിച്ച സ്ഥലമല്ലല്ലോ നല്ല എനിക്കാണ് തോന്നിപ്പിച്ചു തരും. 2 ദിവസം 4 ദിവസം തിരുമ്പോഴും വെളിവായി തുടങ്ങും. എന്താണെങ്കിലും കുരങ്ങാണെങ്കിൽ കുരങ്ങിയേറ്റ് വെളിവാകും. പറഞ്ഞാൽ കുറച്ച് നേരമൊന്നും അല്ലാതെ മറ്റേ മേക്കപ്പും പെണ്ണുങ്ങൾക്കും പിടിച്ചിക്കാൻ കഴിയൂല. മനസ്സിലായില്ല? ഓളജ് കെട്ടിയപ്പോൾ എന്താണ് ഓള് പറയടാ, മറ്റേ എന്താ പറയാ, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്താ ഇത് മുഖത്തൊക്കെ തേച്ച് മിനുക്കി വന്ന് അങ്ങനെ ആണെങ്കിലും ആ കല്യാണം ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴൊക്കെ അങ്ങനെയാണ്. പക്ഷെ റൂമിലെത്തുമ്പോൾ അങ്ങനെയാവില്ല. മനസ്സിലായില്ലേ? അന്ന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അന്നത്തെ വിയർപ്പുകൊണ്ട് എനിക്ക് ഓളപ്പം കിടക്കാനും കഴിയൂല. എന്താ ഉറങ്ങണത്? ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നിട്ട് അന്ന് വൈകുന്നേരം വരെ ഇവള് നാട്ടുകാർക്ക് പോസ് ചെയ്തോളാം. ഉള്ള വിയർപ്പും ചണ്ടി മുഴുവനും ഉള്ള മുഖത്തും കയ്യിലും കാലിലും എല്ലാ അവയവത്തിലുണ്ട്. ആ ഓള് പിന്നെ അക്കോളത്തിലൊന്ന് കുളിക്കാതെ വന്നാൽ എനിക്കോളെ പറ്റൂല, നാറിയിട്ട് കുടുങ്ങും ഒന്ന്. അപ്പം ഇവൾക്കിത് ഒരു 4-5 മണിക്കൂറിലേറെ മേക്കപ്പെട്ട് നിൽക്കാൻ. അയ്യോ, അപ്പോൾ ഏത് കള്ളശേഖും ഇത് കള്ളശേഖിൻ്റെ എത്തുന്നപ്പോൾ മേക്കപ്പിട്ടൊക്കെ ചെയ്യും. ഞാൻ വലിയ ഔലിയാണ്, പക്ഷേ കുറച്ചാൾ കഴിഞ്ഞാൽ എനിക്ക് എന്താവും, കൂടെ കിടക്കുമ്പോൾ രാപ്പനി തിരിയും എന്ന് പറഞ്ഞാൽ എനിക്കത് തിരിയും. അപ്പം ഈ അവിടെ പിന്നെന്താ നമ്മൾ 50-50. ഞങ്ങൾ കള്ളനാന്ന് മനസ്സിലാക്കി, നിങ്ങൾ അങ്ങോട്ടും പറയണ്ട ഞാൻ അങ്ങോട്ടും പറയണ്ട. എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടി എൻ്റെ തീറ്റയും കൂടിയും വ്യഭിചാരവും നടക്കും. എന്ത് നടക്കൂല, ആരെ കിട്ടൂല. വേം പാഞ്ഞോ, അവിടുന്ന് അടുത്ത ആളത്തേക്ക് പാഞ്ഞോ. ചിലപ്പോൾ ആയുസ് മുഴുവൻ പാഞ്ഞിട്ടും ഒരാളെ നിനക്ക് കിട്ടാതെയും വരാം. അതിനർത്ഥം തേടല് നിർത്താന്നല്ല പൊട്ട. ഇപ്പൊ ചിലർ പറയാണ് അങ്ങനത്തെ കാലം കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഷെയ്ഖൊക്കെ ഞങ്ങൾ തന്നെ, തെരീക്കത്തൊക്കെ ഞങ്ങൾ തന്നെ, ഔലിയ ഞങ്ങളാ, ആരിഫ് ഞങ്ങളാ. എൻ്റെ മുണുങ്ങൽ ഇവിടെ നടക്കും. ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയാലേ പുറത്ത് മോലിയെത്തിയാൽ യാസീനോതും ആത്ത് നല്ല തല്ലു കിട്ടും. പുറത്ത് യാസീനോദിയൊന്നും ആത്ത തല്ല് ഒഴിവാകുന്നു ഒരാൾ വിചാരിക്കേണ്ട. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ കൂടുതലുണ്ടാവില്ല. നിങ്ങൾ 10 ആൾ ഒരാളെ കബർമ യാസീൻ ആദ്യമായതുകൊണ്ട് അയാൾക്ക് ഉള്ളിൽ തല്ലുണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ചോളി. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടുങ്ങനെയും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കബർ കിടക്കുന്നവർക്ക് തല്ലുണ്ട് ഇല്ല എന്നൊന്നും അല്ല. അങ്ങനെ മയനെ വായിക്കരുത്. പുറത്ത് ഉള്ള ഇവനെ പോലത്തെ കുറച്ച് കദ്ദാമിങ്ങൾ പോകാൻ മരിച്ച യാസീൻ ഓതിയതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് കൊടുക്കും. ഇവനെ പോലത്തെ കുറച്ച് ഹമാക്കത്തിൻ്റെ അവലിയാര്, ഇവനുണ്ടാക്കിയത് കുറച്ച് ഹമാക്കത്തിൻ്റെ അവലിയാരാണ്. അപ്പോൾ ഓലെ നേതാവ് മരിച്ചാൽ ഏത് ഹമാക്കത്തിൻ്റെ അവലികാരനായ സുന്നി മോലിയർ മരിച്ചാലും അയാൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും? എന്തിനാ നിങ്ങൾ പഠിക്കണം? ഇന്നല്ലേ പോട്ടത്തിൽ കാണുള്ളൂ. നിങ്ങൾ പഠിക്കണതിനാ. അയാളെ അനുയായികൾ എന്ത് ചെയ്യൂലേ? യാസീൻ ഓതിയിട്ടില്ലെങ്കിൽ അവർ പൊളിഞ്ഞില്ലേ? കാരണം എന്തുകൊണ്ട്? ഇതൊരു ബൗപ്പായിട്ട് വലിയ തിന്നാവൂ ടീമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇയാൾ വലിയ ഷെയ്ഖാന്ന് വരണ്ടേ. അപ്പൊ ഞങ്ങളെ ഷെയ്ഖ് മരിച്ചപ്പോൾ ബല എല്ലാവരും 500 ആളും ദിവസം രാവും വൈകുന്നേരം ബല എന്ത് ചെയ്യുന്നുണ്ട്? യാസീൻ ഇങ്ങനെ ഓതും. അപ്പൊ നാട്ടുകാർക്ക് നോക്കി വലിയ ആളാ. അപ്പൊ ബല അടുത്ത ആളെ കൈ പിടിക്കും. അപ്പൊ മൂപ്പരം മുണുങ്ങൽ ഇവിടെ മുടങ്ങൂല. മുണുങ്ങൽ നേരം പോവും. ഈ യാസീൻ കൊണ്ട് അള്ളാഹ് പുറത്തു കൊടുക്കും. നിങ്ങളെല്ലാവരും മയ്യത്ത് സ്കെച്ചുകൊണ്ട് അള്ളാഹ് ഒരാൾക്ക് പുറത്തു കൊടുക്കും. നിങ്ങൾ ആരും മയ്യത്ത് സ്കെച്ചുകൊണ്ട് നിസ്കരിക്കാത്തോണ്ട് അള്ളാഹ് ഒരാൾക്ക് പുറത്തു കൊടുക്കാക്കോ. പറ മനുഷ്യ, ഒരാളെ ആയുസ് മുഴുവൻ പഠിച്ചോനെ എനിക്ക് സാലിയ കുട്ടീൻ്റെ ദ്വായിരുന്നു. എന്തിനാ കുട്ടി? അപ്പോൾ വരുന്ന സാലിഹുൻ എതിർക്കാം കുട്ടി. അങ്ങനെ മരിക്കണ വരെ ദ്വാരന്ന് പെണ്ണ് കെട്ടിയിരുന്നു. ഒരു പെണ്ണ് 2 പെണ്ണ് 3 4 കെട്ടി നിർത്തിയിട്ടും എന്തുണ്ടായില്ല? കുട്ടി ഉണ്ടായില്ല. ഓ മരിച്ചു എന്നാ മലക്കൾ തല്ലോ. മലക്കൾ പറയോ അവനോട് അനക്കാട് ഒരു കുട്ടിയില്ല എങ്ങായി തല്ല്. ഒരു കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ പന്നെ തല്ലൂലേ. അതിന് പനക്കോട്ട് കുട്ടിയില്ലല്ലോ എന്ന് അറിയും. ഇവന് കുട്ടീനെ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആയിരിക്കാം. അള്ളാഹല്ലേ, അള്ളാഹ് സൂക്ഷിക്കോ, നല്ലവനല്ലേ. എന്നൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ ചിന്തിക്കണേ. ഈ പറഞ്ഞു വിഡ്ഢികളെ കൂട്ടത്തിൽ പറഞ്ഞ നല്ലോണം ആലോചിച്ചോളി. അപ്പോൾ വളരെ വളരെ ആലോചിക്കണം. അപ്പം നമ്മൾ എത്ര ആയുസ് തീർന്നാലും
പറയല്ലേ, എത്ര ആയുസ് തീർന്നാലും ആൾ തേടി പോണ്ടി വരും. ഇതൊക്കെ വേഗം ചെയ്ത്താൻ പിടിച്ച് ഓർക്കണ സ്ഥലമാണ് ഇതൊക്കെ. ആ ഞാനൊരാളുണ്ട് എന്ന് കേട്ടാൽ പഴയ കാലത്ത് ഇപ്പം റബ്ബിൻ്റെ സുബ്ഹാന ഇപ്പം പോലില്ല, പണ്ട് 2011 ഞാൻ എനിക്കൊരു ഷെയ്ഖിനെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതുവരെ എന്താ പണി, എവിടെ ഒരാളുണ്ട് നട്ടാൽ പോയി നോക്കും, എവിടെ ആളുണ്ടേ പോയി നോക്കും. പിന്നെ അല്ലാഹു തആല ഒരു സ്ഥലത്തെത്തിച്ചു. ഇപ്പോഴും പണിയുണ്ട്. എന്ത് ഇനി അതിൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ വലിയ ആളുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ വലിയ ആളുണ്ടോ നോക്കും. ഇപ്പം അഹ്മദ് ജാൻ തങ്ങളുടെ മാർഗത്തിലാണ് ഞാൻ. അതിൽപ്പെട്ട ഒരു ഒന്നിനും പറ്റാത്തൊരു ചങ്ങായിയാണ് ഞാൻ. എന്നാലും ഞാനതിൽ അന്വേഷിക്കലുണ്ട്. ഇനിയിപ്പോൾ അതിനേക്കാൾ വലിയ കൈയുണ്ടോ, ഇപ്പോഴും അന്വേഷിക്കണം. ഇപ്പോഴും അതിന് മേലും ഉണ്ടാകാം, അങ്ങനെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ചെന്നാലും അന്വേഷണം നിർത്തണ്ട. എടുത്തോലൊക്കെ ഞാൻ പിടിച്ചോലൊക്കെ നല്ലപോലെ തന്നെയാണ്. എന്നാലും ഒന്നും കൂടി അന്വേഷിക്കാമല്ലോ, ചിലപ്പോൾ അതിനേക്കാൾ വലിയ ഉണ്ടെങ്കിലും. ഒന്നും നിശ്ചയിക്കാതെ നമുക്ക് അടുത്തതിനെ കെട്ടാലോ. മനസ്സിലായില്ല? ഒരുത്തിനെ തലാക്ക് എല്ലാതെയും പറഞ്ഞിട്ട് 4 കെട്ടാൻ പോപ്പില്ലേ? പറയും മനുഷ്യ, പറയടോ, 4 കെട്ടാനും എന്തുണ്ട്, കെട്ടും നല്ലടോ ഇതിൻ്റെ മകന, അങ്ങനെ മകന വെക്കണ്ട, എന്നാലും ഹലാലാണല്ലോ. അപ്പൊ ഒന്നും കൂടി അന്വേഷിക്കാലോ. മനസ്സിലാണ് പറയുന്നത്, അന്വേഷിക്കാൻ എൻ്റെ ബാധ്യതയാണ്. ഈ കണ്ടെത്തിയിട്ടില്ലെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ ആരാവും? സന്തുഷ്ടനാണ് റബ്ബ്. കാരണം നീ നിന്റെ ആയുസ് അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടദാസനെ കണ്ടെത്താൻ ഓടി. ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടെത്താൻ വന്നപ്പോഴത്തേനും അയാൾ മരിച്ചു, അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായാലും അയാൾ കുറ്റക്കാരനല്ലല്ലോ. അയാൾ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ 63-ാമത്തെ വയസ്സിൽ വഫാത്താവണതിൻ്റെ തലേന്നാണ് അയാൾ ആരെപ്പറ്റി കേട്ട്? സുൽത്താനെ പറ്റി. അപ്പം അയാൾ ഡമാസ്കസിലോ മറ്റോ ആയിരിക്കും സപ്പോസ്. അപ്പം അയാൾ ഓടി വന്നപ്പോഴേക്ക് ആൾ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തായി കിടക്കുന്ന മുഖാണെങ്കിലും അയാൾ ആരെന്നെയല്ലേ, അള്ളാഹുവിൻ്റെ മുഖറബല്ലേ. അയാൾ തേടി വന്നത് അയാൾക്ക് കിട്ടിയില്ലേ? ജീവനോടെ കിട്ടിയില്ലെങ്കിൽ മനസ്സിലായി പറഞ്ഞത്. ഒരാൾ മറവ് ചെയ്താൽ വന്നാലും കുഴപ്പമില്ലല്ലോ, എന്നാലും അയാൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ തേടി വന്നില്ലേ. എന്തിനാ പേടിക്കണ്? എന്തിനാ പേടിക്കണം? നമ്മൾ തേടണം. കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല അങ്ങനെ പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖുദ്റത്തിനെ നിഷേധിക്കലാണ്. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഹക്കിൻ്റെ മേൽ വിജയിക്കുന്ന ഒരുപാട്. ഹക്കാര ഹക്കന്നെ, ഹക്കിൻ്റെ ലാസ്റ്റ് ഹക്ക് തആലയാണ്. ഒരു മഖ്സൂദും ഹക്ക് തആലയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.